അന്ന ഭാഗം 16. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ക്യാൻറ്റീനിൽ നിന്ന് തിരിച്ചെത്തിയ ഹേമയും പ്രിയയും വാതിൽക്കൽ വെച്ച് തന്നെ അന്നയെയും ഫെലിക്സിനെയും ചേർത്തുള്ള ചില മുറുമുറുപ്പുകൾ കേൾക്കാനിടയായി. എന്താടി അന്നെ, ഫെലിക്സ് മാമൻ ഇവിടെ ക്ലാസ്സിൽ വന്നിരുന്നോ? നിന്റെ പാത്രത്തിൽ നിന്നാണ് കഴിച്ചെന്നൊക്കെ പറയുന്നു. വീണ്ടും ഞങ്ങളിൽ നിന്ന് ഓരോന്ന് ഒളിപ്പിച്ചു വെക്കാൻ നോക്കുവാണോ? ഹേമ അന്നയുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവളോട് ചോദിച്ചു. അല്ലെങ്കിലും നിനക്ക് ഞങ്ങൾ ആരുമല്ലല്ലോ, പ്രിയ പറഞ്ഞു. അത് എടി, ഞാനെല്ലാം പറയാം. തുടക്കം മുതൽ ഫെലിക്സുമായുള്ള കൂടിക്കാഴ്ചകളും അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്ന അവരോട് പങ്കുവച്ചു. ഹേമയ്ക്കും പ്രിയക്കും അന്ന പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. എന്നാലും എൻ്റെ പ്രിയേ, ഇതും ഇങ്ങനെ വന്നല്ലോടി. എന്തൊക്കെ ആയിരുന്നു അടിയും പിടിയും കരച്ചിലും. ലാസ്റ്റ് പൈങ്കിളി കഥയിലെ പോലെ അവരൊന്നായി. ഹേമ തമാശ രൂപേണ അവരോട് പറഞ്ഞു. അതേടി, നിങ്ങൾക്കൊന്നും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല ഒരിക്കലും. അയാളുടെ പൈങ്കിളി പ്രേമത്തിന് നിന്നുകൊടുക്കാൻ സാധാരണ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണല്ലോ എനിക്ക് ദൈവം തന്നിരിക്കുന്നത്. അയാളുടെ ഈ പ്രവൃത്തിക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് എന്നോടുള്ള പകയാണോ എന്ന് കൂടി അറിയില്ല. അത് തിരിച്ചറിയാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനെല്ലാം മടുത്തു. വീണ്ടും വീണ്ടും ഓരോരോ പരീക്ഷണങ്ങൾ. ആരും എൻ്റെ പ്രശ്നങ്ങളെയും എന്നെയും മനസ്സിലാക്കുന്നില്ല. എൻ്റെ വിധി. ആരോടും ഒന്നും മനസ്സ് തുറന്നിട്ട് ഒരു കാര്യമില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അന്ന ക്ലാസ്സിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് നടന്നു. പക്ഷെ ഹേമയ്ക്കും പ്രിയയ്ക്കും അന്നയുടെ വാക്കുകളിലെ വ്യക്തത മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവസാന വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ കഴിയാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഫെലിക്സിൻ്റെ മനസ്സിൽ അന്നയെപ്പറ്റിയുള്ള ചിന്തകൾ ഒരഗ്നിഗോളം കണക്കെ തറഞ്ഞു നിന്നു. അന്നയോടുള്ള പ്രണയത്തിൻ്റെ അഗ്നിയാൽ ഫെലിക്സ് ഓരോ ദിവസവും അവളിലേക്ക് പടർന്നു കയറുകയായിരുന്നു. പക്ഷെ അന്നയുടെ മൗനം, അത് ഫെലിക്സിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. കോളേജ് വരാന്തയിലെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പറുകളിലേക്ക് കണ്ണുകൾ കൊണ്ട് തിരയുന്ന അന്നയെ ഫെലിക്സ് അകലെ നിന്നുകൊണ്ട് കണ്ടു. അവൾക്കരികിലേക്ക് നടന്നു വരാൻ ഒരുങ്ങിയ ഫെലിക്സിനെ കണ്ട അന്ന അവൻ തന്നെ ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വേഗത്തിൽ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഫെലിക്സ് അവളുടെ പ്രവൃത്തികൾ കണ്ട് ചുണ്ടിലൊരു ചിരി വിടർത്തി അവൾ പോകുന്നതും നോക്കി നിന്നു. ശേഷം തിരിഞ്ഞു നിന്നുകൊണ്ട് നോട്ടീസ് ബോർഡിലേക്ക് നോക്കി. അവൻ്റെ മുഖം മങ്ങി. എക്സാം ഫീസ് അടക്കാനുള്ള വിദ്യാർത്ഥികളുടെ പട്ടികയിൽ ആദ്യത്തെ കോളത്തിൽ അവൻ അന്നയുടെ പേര് കണ്ടു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഫെലിക്സ് അവിടെ നിന്നും ഓഫീസ് ലക്ഷ്യമാക്കി നടന്നകന്നു. ലൈബ്രറി വരാന്തയുടെ തൂണിലേക്ക് ചാരി നിന്നുകൊണ്ട് അന്നയുടെ മനസ്സ് ഫീസ് അടയ്ക്കാനുള്ള മാർഗം തിരയുകയായിരുന്നു. അവസാന ഡേറ്റ് കഴിഞ്ഞു പോയതിനാലാണ് നോട്ടീസ് ബോർഡിൽ പേര് വന്നത്. ഫീസ് അടയ്ക്കാനുള്ള കാര്യം പ്രിയ ചോദിച്ചപ്പോൾ അടച്ചുവെന്ന് കള്ളം പറഞ്ഞു പോയി. അല്ലെങ്കിൽ തന്നെ എത്രയെന്ന് പറഞ്ഞാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അക്കൗണ്ടിലേക്ക് സ്പോൺസർ ഇത്തവണ ക്യാഷ് ഇട്ടില്ല. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ തൻ്റെ വിരലുകളിൽ തിളങ്ങിയ മോതിരത്തിലേക്ക് പതിച്ചു. +2 പരീക്ഷയിൽ 1ാം വിജയം നേടിയതിന് തൻ്റെ ടീച്ചർ തന്ന സമ്മാനമായിരുന്നു അത്. അന്നയുടെ ശരീരത്തിലെ ആകെയുള്ള ഒരു തരി പൊന്ന്. അനാഥയായൊരു പെൺകുട്ടിക്ക് ആഗ്രഹങ്ങൾക്ക് പോലും അതിർവരമ്പുകളുണ്ടല്ലോ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൾ വിരലിൽ കിടന്ന മോതിരമൂരി കൈകളിൽ പിടിച്ചു. പക്ഷെ അടുത്ത ദിവസം മോതിരം പണയം വെച്ച ക്യാഷുമായിട്ട് ഫീസ് അടയ്ക്കാൻ ചെന്ന അന്നയ്ക്ക് മറ്റാരോ തൻ്റെ ഫീസ് അടച്ചു എന്ന വിവരമാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു നിമിഷം അന്നയുടെ ഓർമ്മകൾ കഴിഞ്ഞ ദിവസം നോട്ടീസ് ബോർഡിനരികിൽ നിന്നപ്പോൾ തൻ്റെ അരികിലേക്ക് നടന്നു വന്ന ഫെലിക്സിലേക്ക് സഞ്ചരിച്ചു. അവനാണ് പണം അടച്ചിട്ടുണ്ടാകുക എന്ന സത്യം അവൾ മനസ്സിലുറപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം കൂട്ടുകാരുമൊത്ത് വാഗമരത്തിൻ്റെ കൽത്തട്ടയിലിരിക്കുന്ന ഫെലിക്സിനെ ദൂരെ നിന്നുകൊണ്ട് കണ്ട അന്ന അവനരികിലേക്ക് നടന്നു വന്നു. നിലത്ത് വീണു ചിതറിക്കിടക്കുന്ന വാഗപ്പൂക്കൾ ഫെലിക്സിൻ്റെ ഹൃദയസിംഹാസനത്തിലേക്കുള്ള പരവതാനി പോലെ അവനരികിലേക്ക് നീങ്ങുന്ന അന്നയുടെ ചുവടുകളെ ചുംബിച്ചുകൊണ്ടിരുന്നു. അന്നയെ കണ്ട് ഉള്ളിൽ വന്ന സന്തോഷം പുറത്തു കാണിക്കാതെ അവൻ കുറച്ച് മുന്നോട്ടായി അവൾക്കരികിലേക്ക് നടന്നു വന്നു. ഫെലിക്സിൻ്റെ ഹൃദയം അവളോടുള്ള പ്രണയത്താൽ അതിവേഗം തുടിച്ചുകൊണ്ടിരുന്നു.
തൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുന്ന ഫെലിക്സിൻ്റെ ആ നീല കണ്ണുകളുടെ തിളക്കം നേരിടാൻ കഴിയാതെ അന്ന പതർച്ചയോടെ അവളുടെ നോട്ടം മറ്റൊരു ദിശയിലേക്ക് മാറ്റി. അന്ന തൻ്റെ കൈകളിലിരുന്ന പണം അവന് നേരെ നീട്ടിക്കൊണ്ട് മൗനമായി നിന്നു. ഫെലിക്സ് ചോദ്യഭാവത്തിൽ അവളെയും അവളുടെ കൈവെള്ളയിലിരിക്കുന്ന പണത്തിലേക്കും മാറി മാറി നോക്കി. നിങ്ങൾ എന്നിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കണ്ട. ഫീസ് അടക്കാനായിട്ട് നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. എൻ്റെ അനുവാദമില്ലാതെ ഇനി മേലാൽ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. കേട്ടല്ലോ പറഞ്ഞത്? ഇതുവരെ നിങ്ങൾ കാണിച്ചതും പറഞ്ഞതുമെല്ലാം ഞാൻ മറന്നു. നിങ്ങളും അങ്ങനെ തന്നെ എന്നെ മറക്കണം. പെട്ടെന്ന് വന്ന ധൈര്യത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഫെലിക്സിൻ്റെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി ആ കാശ് നീട്ടി. അന്നയുടെ വാക്കുകൾ കേട്ട ഫെലിക്സിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അവളുടെ മൗനമായിരുന്നു ഇതിനേക്കാൾ നല്ലതെന്ന് അവന് തോന്നി. അന്നയിലേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ പതിയെ കൈകൾ ഉയർത്തി അവളുടെ കൈവെള്ളയിലിരുന്ന കാശെടുത്തു. അവളൊന്നും മിണ്ടാതെ ആ കണ്ണുകളിൽ നോക്കിയ ശേഷം അവൻ അരികിൽ നിന്നും തിരിഞ്ഞു നടന്നു. മുന്നിലേക്ക് വേഗത്തിൽ നടന്ന അന്നയുടെ പിന്നാലെ ചെന്ന് അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചുകൊണ്ട് ഫെലിക്സ് അവളെ അവനിലേക്ക് അടുപ്പിച്ചു. അന്ന തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. അവൻ്റെ കണ്ണുകളിലെ ദേഷ്യം ഞൊടിയിടയിൽ പ്രണയമായി മാറിയതവൾ തിരിച്ചറിഞ്ഞു. അവൾ കുതറി മാറാൻ ശ്രമിച്ചിട്ടും അവൻ്റെ ബലിഷ്ഠമായ കൈകളെ അവൾക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഫെലിക്സ് അന്നയെ അവന് നേരെ പിടിച്ചു നിർത്തിയ ശേഷം അവൻ്റെ കൈകളിലിരുന്ന മോതിരം അന്നയുടെ കൈകളിൽ പിടിച്ച് ആ നീണ്ട വിരലുകളിലേക്ക് ഇട്ടുകൊടുത്തു. പെട്ടെന്ന് വീശിയടിച്ച ഇളം തെന്നലിൽ വാഗമരങ്ങൾ അവരുടെ മേൽ പൂക്കൾ വർഷിച്ചുകൊണ്ട് ആ സുന്ദര മുഹൂർത്തത്തെ അനുഗ്രഹിച്ചു. പ്രകൃതി പോലും അവരുടെ പ്രണയത്തെ അംഗീകരിച്ച നിമിഷമായിരുന്നു അത്. കഴിഞ്ഞ ദിവസം പണയം വെച്ച മോതിരം ഫെലിക്സിൻ്റെ കൈകളിൽ എങ്ങനെ വന്നു എന്നോർത്ത് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. എൻ്റെ അധികാരമല്ലേ നീ ചോദിച്ചേ? എന്നാ കേട്ടോ, എനിക്ക് നിന്നോടുള്ള പ്രണയം, അതാണ് എൻ്റെ അധികാരം. നിന്റെ അനുവാദം ചോദിച്ചിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് നിന്നെ മറക്കാൻ എന്നോട് പറയാനും നിനക്ക് തീർത്തും അധികാരമില്ല. എൻ്റെ ഹൃദയത്തിൽ അന്ന എന്നൊരു പെൺകുട്ടിക്ക് മാത്രമേ ഞാൻ ആദ്യമായും അവസാനമായിട്ടും സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. നീ എൻ്റെ സ്നേഹം തിരിച്ചറിയുന്നത് വരെ നിൻ്റെ കൂടെ ഈ ഫെലിക്സ് ഇതുപോലെ തന്നെ ഉണ്ടാകും. അതിനി ആരെന്ത് പറഞ്ഞാലും നീ എൻ്റെയാ, എൻ്റെ മാത്രം. തൻ്റെ കൈക്കുള്ളിൽ മുറുക്കി പിടിച്ചിരുന്ന അന്നയുടെ കൈകൾ അയച്ചുകൊണ്ട് അവൻ അവളിൽ നിന്നും ദൂരേക്ക് നടന്നകന്നു. ഫെലിക്സിൻ്റെ വാക്കുകൾ കേട്ട് അവളൊരു ശില പോലെ അവിടെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ സ്നേഹവും അവൻ്റെ വാക്കുകളിലെ കരുതലും ആ കൈകളിൽ ഒതുങ്ങി നിന്നപ്പോൾ ലഭിച്ച സുരക്ഷിതത്വവും എല്ലാം അവളുടെ മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു. അവൻ്റെ കൈകളാൽ അണിയപ്പെട്ട അവളുടെ മോതിരം മുൻപത്തേക്കാൾ ഏറെ മനോഹരമായതുപോലെ അവൾക്ക് തോന്നി. അവൾ അറിയാതെ തന്നെ അവളുടെ ഹൃദയം ഫെലിക്സിന് വേണ്ടി തുടിച്ചു തുടങ്ങി. പെട്ടെന്ന് ഒരു നിമിഷം ചിന്തകളിൽ നിന്നും ഉണർന്ന് തന്നിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്ന തൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ട് നിർത്താൻ ശ്രമിച്ചു. അവൾ ആരാണെന്നും ഏതാണെന്നുമുള്ള ഓർമ്മ അവളെ തേടി തിരികെ എത്തി. തൻ്റെ മനസ്സ് കൈവിടാതിരിക്കാൻ അവൾ സ്വയം അവളെ പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും അന്നയെ ശല്യം ചെയ്യാൻ ഫെലിക്സ് അവളുടെ മുന്നിലേക്ക് പോയിരുന്നില്ല. അന്ന് അവൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ അത്രമാത്രം വേദനിപ്പിച്ചിരുന്നു. എങ്കിലും അന്നയോടുള്ള ഇഷ്ടത്തിന് യാതൊരു മാറ്റവും അവനിലുണ്ടായിരുന്നില്ല. അന്ന അറിയാതെ തന്നെ അവളെ ഒരു നിഴൽ പോലെ ഫെലിക്സ് അനുഗമിച്ചു. പിന്നീടൊക്കെ അവളുടെ കണ്ണുകൾ ആൾക്കൂട്ടത്തിൽ ആരെയോ തിരയുന്നത് പോലെ ഫെലിക്സിന് പലപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. ഒരിക്കൽ അപ്രതീക്ഷിതമായി ഫെലിക്സിനെ കോളേജ് ഗേറ്റിനരികിൽ വെച്ച് കണ്ടുമുട്ടിയ അന്നയുടെ കണ്ണുകളിലെ ആ ഭാവമാറ്റം അവനിൽ പ്രതീക്ഷകളുടെ പുൽനാമ്പുകൾ തളിർത്തു. അവളുടെ കണ്ണുകൾ തിരയുന്ന ആ മുഖം തൻ്റേതാണെന്ന് ആ നിമിഷത്തിൽ അവന് വ്യക്തമായി. പക്ഷെ ഇപ്പോഴും അവൾ പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ഈ അകലം, തന്നിലേക്ക് അടുക്കാതിരിക്കാൻ അന്നയെ പിന്തിരിപ്പിക്കുന്ന അവളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ആ രഹസ്യം, അതെല്ലാം ഫെലിക്സിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊണ്ടു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.